അപ്പം BJP ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഈ സംഘടവർഗത്തെ ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ അവന് മനസ്സിലായി കൃത്യമായ തൊഴുത്ത് എവിടെയാണെന്ന് മനസ്സിലായപ്പോൾ ആ തൊഴുത്തിലേക്ക് ഓടിക്കേറി. ഇപ്പോൾ ആ തൊഴുത്തിൽ തന്നെയാണ്. അയാൾക്ക് ആ തൊഴുത്താണ് ബെസ്റ്റ്. അയാളാണ് ഓരോന്നും കൊണ്ട് വരുന്നത്. നിങ്ങൾക്കറിയോ ഇവൻ്റെയൊക്കെ സ്വഭാവം? ഞാൻ എൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വീടുണ്ട്. ആ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ, എൻ്റെ മടിയിൽ കയറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, കാലങ്ങളായിട്ട് ഇവനൊക്കെ അവിടെ വരുന്നതിന് മുമ്പ് ആ വീടുമായി ബന്ധമുള്ള ആളാണ് ഞാൻ. എൻ്റെ സഹപ്രവർത്തകൻ്റെ കുടുംബമാണ്. ഞാനുമായി ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ എൻ്റെ കുടുംബമാണ്. രാത്രി 11 മണിക്കും 12 മണിക്കും ആ വീട്ടിൽ കയറി ഇറങ്ങി അവസാനം ആ വീട്ടിൽ നിങ്ങൾക്കറിയോ ആ വീട് ഇന്ന് ഇല്ലാതായി, ഡൈവോഴ്സായി. ആ വീട്ടിൽ ഡൈവോഴ്സായി. ആ കുഞ്ഞുങ്ങൾ അനാഥമായി. ഷാഫി പറമ്പിലിനോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എടോ ഷാഫി പറമ്പിലെ, നിങ്ങൾ ബ്രോക്കർ പണി അവസാനിപ്പിക്കുക. നിങ്ങൾ ബ്രോക്കർ പണി അവസാനിപ്പിച്ചിട്ട് BJP പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, കോൺഗ്രസിന് ധൈര്യം ഉണ്ടെങ്കിൽ, ഷാഫി പറമ്പിലിന് ധൈര്യം ഉണ്ടെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെച്ചിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജയിക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യമാണ് BJP ഉന്നയിക്കുന്നത്. ധൈര്യമുണ്ടോ? അതാണ് ഷാഫി പറമ്പിൽ ചെയ്യേണ്ടത്. പാലക്കാട്ടെ മാനസപുത്രൻ എന്നല്ലേ പറയുന്നേ. പാലക്കാട്ടെ മാനസപുത്രനോട് ഞങ്ങൾ പറയാ, ഷാഫി പറമ്പലിന് ധൈര്യം ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കുക. എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജയിക്കാൻ പറ്റും നോക്ക്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ പടക്കവും പുതിയ ബോംബായിട്ട് വരിക. ഇതൊക്കെ BJPയിലും ഉണ്ട്. എടോ BJPയിൽ ഈ വക വേഷം കെട്ട് കാണിക്കുന്നവരൊന്നുമില്ല. സിവിൽ കേസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുക. എൻ്റെ വീടിനോടുള്ള ഒരു വഴക്കുണ്ട്. ആ വഴക്കിൽ ഒരു സ്ത്രീ പറയാണ്, ഞാൻ ഗോപാലകൃഷ്ണൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിൽ കേസുണ്ടാവുമോ? അപ്പം ഞാൻ തെളിവ് കൊടുക്കും. ഞാൻ പാലക്കാട്ട് പ്രസംഗിക്കുക. അങ്ങനെ കോടതിയിൽ കൊടുത്തു. വേറെ എവിടെ അല്ല കൊടുത്തത്. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം. അത് കൊടുത്തത് കോടതിയിൽ മൊഴി പറഞ്ഞു. ഈ സ്ത്രീ പോയി മൊഴി പറഞ്ഞില്ലേ? ഈ സ്ത്രീ മൊഴി പറഞ്ഞു. കോടതിക്ക് ബോധ്യമായി കളവാണെന്ന്. കോടതി തള്ളിയ ആ കേസ് പൊക്കിപ്പിടിച്ചു. വേറൊരു കോഴി വന്നിരിക്കുക. അപ്പോൾ പൂവൻകോഴിയാണോ പിടക്കോഴിയാണോ അതോ ഇത് രണ്ടുമല്ലാത്ത സങ്കരക്കോഴിയാണെന്നും കൂടി എനിക്ക് സംശയമുണ്ട്. കാരണം ഇവൻ ഈ സങ്കരമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇത് നമ്മുടെ കൂടെ ആയിരുന്നല്ലോ. ഈ സങ്കരവർഗം നമ്മുടെ കൂടെ ആയിരുന്നു. ഒന്നുകിൽ ആണാവണോ അല്ല സ്ത്രീ ആവണം. ഈ സങ്കരവർഗം കോഴികളുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഇപ്പം ഞങ്ങളുടെ കൂടെ നടക്കുമ്പോഴൊക്കെ നോക്കിയപ്പോൾ ഇവൻ ഒരു സങ്കരവർഗ പരിപാടിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ മെല്ലെ അകറ്റി നിർത്തിയപ്പോൾ അവൻ അവസാനം അകറ്റി നിർത്തി. ഒരു കസേര പോലും കൊടുക്കാതെ വെളിയിലേക്ക് ഇറക്കി നിർത്തി. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ്. ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ദേശീയമായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാനം കേരളത്തിൽ ഏതെങ്കിലും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവിനെതിരെ ഒരു ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ പറ. ഒരു ക്രിമിനൽ കേസ്, കൊള്ളരുതായ്മ ചെയ്തിട്ട് ഒരു ക്രിമിനൽ കേസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെയുണ്ട്. സിവിൽ കേസുള്ളത് അത് വേറെ വിഷയം. അപ്പം BJP ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഈ സംഘടവർഗത്തെ ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ അവന് മനസ്സിലായി കൃത്യമായ തൊഴുത്ത് എവിടെയാണെന്ന് മനസ്സിലായപ്പോൾ ആ തൊഴുത്തിലേക്ക് ഓടിക്കേറി. ഇപ്പോൾ ആ തൊഴുത്തിൽ തന്നെയാണ്. അയാൾക്ക് ആ തൊഴുത്താണ് ബെസ്റ്റ്. അയാളാണ് ഓരോന്നും കൊണ്ട് വരുന്നത്. നിങ്ങൾക്കറിയോ ഇവൻ്റെയൊക്കെ സ്വഭാവം? ഞാൻ എൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു വീടുണ്ട്. ആ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾ, എൻ്റെ മടിയിൽ കയറി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, കാലങ്ങളായിട്ട് ഇവനൊക്കെ അവിടെ വരുന്നതിന് മുമ്പ് ആ വീടുമായി ബന്ധമുള്ള ആളാണ് ഞാൻ. എൻ്റെ സഹപ്രവർത്തകൻ്റെ കുടുംബമാണ്. ഞാനുമായി ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ എൻ്റെ കുടുംബമാണ്. രാത്രി 11 മണിക്കും 12 മണിക്കും ആ വീട്ടിൽ കയറി ഇറങ്ങി അവസാനം ആ വീട്ടിൽ നിങ്ങൾക്കറിയോ ആ വീട് ഇന്ന് ഇല്ലാതായി, ഡൈവോഴ്സായി. ആ വീട്ടിൽ ഡൈവോഴ്സായി. ആ കുഞ്ഞുങ്ങൾ അനാഥമായി. ഒരു ഡൈവോഴ്സൊക്കെ നമുക്ക് ക്ഷമിക്കാം. കേരളത്തിൽ ഏതാണ്ട് 8 പേരോളം ഡൈവോഴ്സിൻ്റെ വക്കീലാണ് നിൽക്കുന്നത് ഈ സംഘടവർഗം കാരണം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം. അയാളാണ് പൊക്കി പിടിച്ചു വരുന്നത്. അടുത്ത മാലപ്പടക്കോ ഓലപ്പടക്കോ ഒക്കെ ആയിട്ട് എങ്ങനെങ്കിലും എന്നെ ഒന്ന് തല്ലുവോ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് തല്ലിക്കിട്ടും. നിങ്ങളൊന്ന് തല്ലു എന്നെ. RSSനെ തെറി പറയാ, കൃഷ്ണകുമാരനെ തെറി പറയാ, ഗോപാലകൃഷ്ണനെ തെറി പറയാ, രാജീവ് ചന്ദ്രശേഖരനെ തെറി പറയാ, എല്ലാവരെയും തെറി പറയാ. എന്തിനാണെയോ? ഒന്ന് തല്ലണം. BJPക്കാർ RSSകാരൊന്ന് തല്ലിയാൽ രക്തസാക്ഷിയായിട്ട് സുഡാപ്പികളുടെ വോട്ട് മേടിക്കാമെന്ന് വെച്ചിട്ട് അയാളെന്നായി.
ഇവനെ തല്ലുന്നതിനൊക്കെ നല്ലത് റോട്ടിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പല്ലിയോ പൂച്ചയോ തല്ലുന്നതാണ് നല്ലത്. ആർക്ക് താല്പര്യം ഇവനെയൊക്കെ തല്ലാൻ? ഇവനെയൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യണതേ ഇല്ല, ഇവനെയൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, ഷാഫി പറമ്പലിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ പാലക്കാട് നിങ്ങൾ രാഹുലിനെ രാജിവെപ്പിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്തി ആ ഉപതെരഞ്ഞെടുപ്പിൽ ധൈര്യം ഉണ്ടെങ്കിൽ ജയിക്ക്, ഞങ്ങളൊന്ന് കാണട്ടെ.